കാക്കയും കുയിലും പക്ഷികളും അല്ലാതെ ഒരു സാധനം ഇല്ല ഈ വഴിയിൽ. വരും സാറേ, വരും. സാർ ഒറ്റ ആൾ പറഞ്ഞു കേട്ടോ ഈ വഴിയിൽ വന്ന് നിൽക്കണത്. എന്തിനാ ഇവിടെ തന്നെ വന്ന് നിൽക്കണേ? ഓ എന്റെ മണ്ടു, അവിടെ ഹൈവേയിലൊക്കെ ചെക്കിങ് നടക്കുമ്പോഴേ ഓരോരുത്തമാര് ഊട് വഴി വെട്ടിച്ചൊക്കെ വരാറില്ലേ, ആ വഴിയാ ഇത്. ഇവിടെ നിന്ന് അങ്ങനെയുള്ളവരാണ് നമുക്ക് പിടിക്കാം. ഇതെന്താ ഒളിച്ചു കളിയോ? അതിലേ പോകാത്തൊരു ഇതിലേ വന്നാ പിടിക്കാൻ. നമ്മള് കളനും പോലീസും കളിയാണല്ലോ നമ്മുടെ ജോലി. ഇടയ്ക്ക് ഒളിച്ചു കളിയാവാം. ഇതിലും ഭേദം ഹൈവേ തന്നെ നിന്നാ മതിയായിരുന്നു. മണ്ടു, നമ്മൾ ഹൈവേയിൽ നിന്ന് ചെക്ക് ചെയ്താലേ ഒരു വണ്ടി കൈ കാണിക്കുമ്പോ പിന്നാലെ പറഞ്ഞ വണ്ടികൾ പാഞ്ഞു പോവില്ലേ? അത് ശരിയാ സാറേ. എന്ത് ശരി? ഒരാളെ പിടിച്ചെടുത്തുമ്പോ അടുത്ത ആള് പാഞ്ഞു പോവും. ഓ സാറേ, നമ്മൾ ഈ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് മഫ്തിയിൽ പോകൂലേ, അതുമാതിരി നമ്മൾ ഈ ജീപ്പ് ഒന്ന് മഫ്തിയിലാക്കിയാലോ? അല്ലെ, ഈ ജീപ്പിന്റെ കളറൊക്കെ ഒന്ന് മാറ്റി സാധനമൊക്കെ ഇളക്കി മാറ്റിയിട്ടെ. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി കിടന്ന് നമ്മൾ ചെക്കിങ് നടക്കുമ്പോൾ ഇതുവഴി പോകണമാർ പറഞ്ഞു കൊടുക്കും അവിടെ വണ്ടി കിടക്കണം. എന്നാ നമുക്ക് ഓട്ടോറിക്ഷ ആക്കിയാലോ? അതിന് ആർക്കും മനസ്സിലാവില്ല. എന്താടോ, എൻ്റെ ഒരു ഐഡിയ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഐഡിയ ഇതിലെന്തായാലും വരാതിരിക്കില്ല. കാരണം അവിടുത്തെ വേറൊരു വഴിയുണ്ട്, അത് നമ്മുടെ വാട്ടർ അതോറിറ്റി കാര്യം നമ്മളെ സഹായിച്ചിട്ടുണ്ട്, അത് മുറിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതുവഴി ആരും പോലെ എന്തായാലും ഇതുവഴി തന്നെ വരും. ഈ ഫ്ലൈറ്റിൽ നിന്ന് വല്ലൊരു വരും നോക്കാമല്ലോ. ഒന്നും പറയണം. സാറേ എവിടെ പോണം? ഇവിടം വരെ. നിന്നോടല്ല, ഇവിടെ എവിടെ പോണേ? അല്ല സാറേ, മുടി ഇങ്ങനെ ഹാൻഡിലിരുന്ന് യാത്ര ചെയ്യാൻ പാടുണ്ടോ? സാറേ എന്തോ മുടി പൊട്ടണോ? മുടി പൊട്ടനോ? അല്ല, മുടി പൊഴിഞ്ഞു പോണ ഇവിടം വരെ പോയാ. അതിന് സാറ് പോയിക്കോ. സാറിനോടല്ല ഞാൻ ഈ ചേട്ടൻ. ഇങ്ങനെ പോകാൻ പാടുണ്ടോ? ഹാൻഡിലിരുന്ന് പോകാൻ പാടുണ്ടോ? സീറ്റിലിരുന്ന് പോകണ്ടേ? പോകല്ലേ ഇത്? സാറ് എന്തോ പോകാൻ പാടില്ല, അറിയാതെ. ഇനി പറ്റില്ല. ആർക്ക്? അല്ല, നിന്റെ ആരാ? ഞാൻ. നീയാണോ അത്? രണ്ടുപേരോ? രണ്ടുപേര് ഒരു വണ്ടിയില്. എൻ്റെ ദൈവമേ, ഇങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് പോകുന്നോ? ആണോ? നീയാണോ അത്? എന്താ പറ? ഈ തല എന്തോ തലേനോടാ ഞാൻ ചോദിക്കുന്നത്. ഒരു 100 രൂപ ഇവിടെ പെറ്റി അടക്കണമല്ലോ ഈ ഹാൻഡിലിരുന്ന് യാത്ര ചെയ്തതിന്. സാറേ എന്തോ 100 രൂപ ഞാൻ ഇവന് കൊടുത്ത് സഹായിച്ചോട്ടെ. ഇവനോ? ഇവന്റെ കയ്യിൽ കാശില്ല. നിന്റെ കൂട്ടുകാരനാണോ? എന്നാ ഇയാളുടെ നിന്ന് വാങ്ങട്ടെ 100 രൂപ. വാങ്ങിച്ചോളാം. തന്നോളൂ. തന്നോടല്ല. ഹെൽമെറ്റ് മേടിച്ചവൻ ഹാൻഡലിൽ തൂക്കിയിട്ട് പോവുക. എല്ലായിടത്തും തല കുത്തി മറന്നാൽ പിന്നെ ഞങ്ങൾ വേണം പിന്നാലെ നടക്കാൻ. ആ 100 കിടക്ക്, പെറ്റി കിടക്ക്. ഊരിണ്ട തല തന്നെ വെച്ചാൽ മതി. ആ മുഖമെങ്കിലും ആളുകൾ കാണാതിരിക്കണ്ട. പേര് പറ. മനോഹരൻ. മനോഹരൻ. ഈ ഹെൽമെറ്റ് വെച്ചാൽ തുറന്നിട്ട് പറയണ. മനോഹരൻ. ചേട്ടന്റെ പേര് സുന്ദരന്നാ. കൊച്ചുകരിപ്പാൽ പട്ടേരിമഠം. കൊച്ചുകരിപ്പാൽ പട്ടേരിമഠം. ഏതിലും ഒന്ന് പറഞ്ഞാൽ അത് 2 വീട്ടും വരാനുള്ളത്. അല്ല, കൊച്ചുകരിപ്പാലിന് ഞങ്ങളുടെ വീട്ടും പേര്. അവിടെ നേരത്തെ താമസിച്ചിരുന്നവര് പട്ടേരിമഠം വന്നു. നിനക്ക് എല്ലാം 2 ആണല്ലോ. അല്ല, അത് ഒരുമിച്ചാ പറയാറ്. എഴുതാൻ പറ്റുമോ? ഞാൻ എഴുതി സാറേ. 3487. പൈസ ഉണ്ടോ? കാശ് എടുത്തോളൂ. മേലിൽ ഹാൻഡിലിൽ തൂക്കിട്ട് പോയത് കേട്ടോ. ഇതായാലോ അപ്പൊ തൂക്കാനുള്ള അല്ലാത്. അപ്പൊ തലയിൽ വെക്കടാ. തലയിൽ വെക്കാൻ പാടാന്നറിയാവനത്. എടാ, പോണ വഴിക്ക് ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തോട്ടാ. അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് പോലും. കാട്ടിൽ പോണാല് ആ രൂപം കണ്ടോ? മനോഹരൻ.